കഴിഞ്ഞ ദിവസം മിലിറ്ററിക്കാരന്റെ വീട്ടിൽ കയറി നീ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? അവിടെ ഇരുന്ന മിലിറ്ററി കോട്ടയം ഒരു 4 എടുത്ത് മടക്കാൻ അടിച്ചു. 4 അടിച്ചത് പോട്ടെ, ഉറങ്ങിക്കിടന്ന മിലിറ്ററിക്കാരന്റെ ഭാര്യനെ വിളിച്ചതിനെ നീ എന്താ പറഞ്ഞത്? മര്യാദ കത്താഴം വളം പഠിക്കുന്നു. ഞാൻ വീട്ടിൽ പറയാനുള്ളതാണല്ലോ. അതെന്നാന്നറിയാവോ? ഇതെന്താണ് ഈ സംഭവം? ഡ്രില്ലിംഗ് മെഷീൻ എന്തിനാണ്? ഡോക്ടർക്ക് എന്തിനാണ് ഡ്രില്ലിംഗ് മെഷീൻ? ഈ ഡ്രില്ലിംഗ് മെഷീന്റെ ഉപയോഗം എന്താണ്? അത് ഹോൾ ഇടാൻ വേണ്ടിട്ട്. കീ ഹോൾ ശസ്ത്രക്രിയക്ക് ഹോൾ ഇടാനുള്ള മെഷീനാണിത്. അത് പറ. എനിക്ക് ചെറിയൊരു ജലദോഷം. ജലദോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒലിച്ചു വരും. അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, പുതിയ അറിവാ അത്. പനി വന്നപ്പോൾ നിങ്ങൾ നേരത്തെ പനി വന്നപ്പോൾ എന്ത് ചെയ്തു? പനി വന്നപ്പോ ഞാൻ ഡോളോ കഴിച്ചു. ഡോളോ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് തുളയുള്ളത്. അത് പോളോ. ഡോളോയ്ക്ക് ഹോളില്ല. എഴുതി വൈ. തുളയില്ലാത്തത് ഡോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ. തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയെന്നുള്ളത് പോളോ. ഹലോ ഹലോ, എന്താ ഡിപ്രഷൻ അടിക്കുന്നുണ്ടോ? തണുത്ത വെള്ളം കൊണ്ട് 2 എണ്ണം അടിക്കാം. സാറേ, സാറേ എന്നൊന്നും വിളിക്കണ്ട. സാറേ എന്ന് വിളിച്ചു. ഞാനേ ഇവിടെ വന്നിരിക്കേ, ഇരുന്നിട്ട് സംസാരിക്കാം. നിങ്ങളുടെ പേരെന്തുവാ? ഇരിക്കുന്നിടത്ത് തുണി. ഇരിക്കുന്നിടത്ത് തുണിയാണ് ഇരിക്കണ്ടേ, ചിലപ്പോൾ വേദന വരുമായിരിക്കും. മനസ്സിലായി മനസ്സിലായി. ഇരിക്കുന്നിടത്തെന്ന് പറഞ്ഞ വീട്ടുപേരുള്ള ഉണ്ണിന്ന് പേരുള്ള ആണല്ലോ. അതെ, ഉണ്ണിക്കറിയാമോ ഇതുപോലുള്ള ഡിപ്രഷൻ കൂടി എന്തെല്ലാം രോഗങ്ങൾ വരുമെന്ന് അറിയാവോ? പ്രഷർ വരും, ഷുഗർ വരും, പൈൽസ് വരെ വരും. അയ്യേ, പൈൽസ് വരുമോ? സംശയം ഉണ്ടെ കാണിച്ചു തരാം. പൈൽസ് കാണാൻ നടക്കുമെന്ന് ഞാൻ. അതല്ല, ബാഗിനകത്തുണ്ട്. അയ്യോ, പൈൽസ് ഒക്കെ ബാഗിനകത്തിട്ട് നടക്കുമോ? ഇതിനെ കുറിച്ച് ഒരു പ്രബന്ധം എഴുതി ഞാൻ ബാഗിനകത്തിട്ടുണ്ട്. വേണം ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. അത് കാണണ്ട, വീട്ടിൽ പോകണം. വീട്ടിനെ ഒരു ദിവസം അറബിക്കൊരു അല്ല അറബിക്കൊരു മനസ്സിലായി. അറബിക്കൊരു മോനുണ്ടായി. പിന്നെ അവന് പല്ല് കളിച്ചപ്പോ എന്റെ ജോലി പോയി. അറബിയുടെ മോന് പല്ല് കളിക്കുമ്പോ നിങ്ങളുടെ ജോലി എങ്ങനെയാ പോകുന്നത്? ഇതേ സെയിം പല്ലായിരുന്നു അവന്. മനസ്സിലായി. എന്റെ ഈ ബോളിലോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയേ. എടാ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ദേഷ്യം വരുമ്പോ എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചിട്ടുണ്ടോ? അല്ല, ഒരു ദിവസം അബദ്ധത്തിന് അറബി സിംറ്റംസ് കണ്ടു. അന്നേരത്തിന് അയാൾ പറഞ്ഞു നാളെ മുതൽ നീ പാറ്റിട്ടുണ്ട് വന്നാൽ മതി. ദേഷ്യം വരുന്നത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുന്ന, അങ്ങനെ നേരത്തെ അറിയാൻ പറ്റുന്ന വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തെങ്ങനാ ദേഷ്യം ഒരാഴ്ച മുമ്പ് എഴുത്തേക്കടാ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെ നിന്ന് ഇറങ്ങി വന്നു പോയി. എടോ, ഞങ്ങൾ ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ, ചിന്ത ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. എടോ ചിന്ത, നാളിന് ശേഷം ഗൾഫിൽ നിന്ന് വരുവാണ്. വീട്ടിൽ ചെന്ന് ദേഷ്യം കാണിക്കരുത്. ഭാര്യയെ കാണുക, ഇങ്ങോട്ട് വിളിക്കുക, ഒരു ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, പിന്നെ കുറച്ചു നേരം തല്ല വെച്ച് അങ്ങിരിക്കുക. സാറിന്റെ വലിയ മനസ്സാണ്. താങ്ക് യു. സാറിന്റെ വീട്ടിലുള്ള വഴി എനിക്ക് അറിയത്തില്ല. എന്റെ പെണ്ണുമ്പിള്ള വീട്ടിലോട്ട് പോകുന്ന കാര്യമല്ല പറഞ്ഞേ, ഇയാളെ പെണ്ണുമ്പിള്ള എടുത്ത് പോകുന്ന കാര്യമാണ് പറഞ്ഞേ. ഈ ചേനമൂട്ടിൽ സുരക്കേ, നീ ചേനമൂട്ടി സുരയ്ക്കോ ചേമ്പൂട്ടിലിട്ട് ഉരയ്ക്കോ? അതല്ല ചോദ്യം. നീ എന്തിനാ വന്നേ? ആരാ? അതന്നെ പറഞ്ഞേ, ഞാൻ ചേനമൂട്ടിൽ സുര. നിന്റെ കൈ മാറ്റിട്ട് പറയാൻ. വിത്തിട്ടെടുത്ത് മുരളി. അപ്പൊ പ്രസവിച്ചല്ല, വിത്തിട്ടെടുത്തതാണ്. ഞാൻ ചന്തിരൂര് വെച്ച ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. നമ്മളൊരാളിനെ പരിചയപ്പെടുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണോ? ചന്തി ഊരി വെച്ചിട്ട് പരിചയപ്പെട്ടു. പിന്നെ കണ്ണും മറ്റും കാണാൻ മേലാതെ എടുത്തോണ്ട് വന്നത് ദൈവം ഇതെടുത്ത് കുടിച്ചേച്ച് ഇവിടെ എങ്ങാനും പെടലി കണ്ടിച്ചു പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നഷ്ടം സംഭവിക്കുമല്ലായിരുന്നോ? അമ്മച്ചി ആകുമായിരുന്നോ? അല്ലെന്ന്. പിന്നെ ഈ കഞ്ഞിയെല്ലാം കൂടെ ഇതിലെ കൂടെ പോകുമല്ലായിരുന്നോ? മാത്രമല്ല, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ലില്ലിയുടെ കെട്ടിയാണ് എന്നെ ഒരുമാതിരി നോട്ടവും അതുമെല്ലാം നമ്മൾ വല്ലം വർത്താനം പറയും. നാട്ടുകാർ കണ്ടാ വേറെ വല്ലം പറയും. ഇന്നത്തെ കാലമാ അതാ ഈ പറയുന്നത്. പുള്ളി ഡീസന്റ് മനുഷ്യനാണ്. പുള്ളി ഡീസന്റ് ആയിരിക്കും, പക്ഷെ എന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. ചെതുമ്പല് മണക്കുമല്ലേ കൊച്ചേ? മീനല്ല നല്ല. പപ്പയും മീനയും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അത് തിന്നേച്ച് നമുക്ക് ബാക്കി കാര്യം നടക്കാം. കപ്പയും മീനും കൊണ്ടുവന്നോണ്ട്. കപ്പയും മീനും അല്ല, പപ്പയും മീനും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ അമ്മാമ, ഒന്ന് നോക്കട്ടെ അമ്മാമ. ഉമ്മയുടെ അനുഗ്രഹം വേണം. തുണിയും പണിയൊന്നും ഇല്ല. അയ്യോ, മാറിപ്പോയി. ഞാനിപ്പോ പൂജാരിയുടെ അടുത്ത് അന്വേഷിച്ചു. ഈ മൂലത്തിന് അത്തം പറ്റുമോ? ഇല്ല മാന, അയ്യോ അത് പറ്റുമല്ല. കാരണം എന്നാ അതിങ്ങനല്ലേ ഇരിക്കുന്നത്, അവിടെ വെച്ച് കഴിഞ്ഞാൽ താഴെ പോകും. നക്ഷത്രത്തിന്റെ കാര്യം ചോദിച്ചേ.